ഹായ് ഓൾ, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഏറ്റവും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. വേറൊന്നുമില്ല, ഇന്നലെ നമ്മളൊരു സെൻറ്റൻസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, വർക്കായിട്ടൊരു സെൻറ്റൻസ് തന്നിട്ടുണ്ടായിരുന്നു. അത് ഞാൻ പറയുന്നത് വീഡിയോ മുഴുവനായിട്ട് തന്നെ കാണണം എന്നുള്ളത്. കാരണം ഒരു വർക്ക് തരുന്നത് ചിലപ്പോൾ ഞാൻ നിങ്ങളോട് പറയാൻ മറന്നു പോകും, അവസാനമായിരിക്കും ഞാൻ പറയാം. അപ്പോൾ ഈ വർക്ക് തരുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ തമ്മിലുള്ളൊരു കമ്മ്യൂണിക്കേഷനാണ്. അതായത് ഇപ്പോൾ നിങ്ങൾക്കൊരു വർക്ക് തരുമ്പം നിങ്ങളിൽ എത്ര പേര് ശരിയായിട്ട് അത് ചെയ്യുന്നു, അതിൽ തെറ്റുകൾ എന്താണ് എന്നൊക്കെ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാമല്ലോ. ഇതിന് വേണ്ടിയിട്ടാണ് ഞാൻ വർക്ക് തരുന്നത്. നമ്മുടെ AC ഇംഗ്ലീഷ് ഗ്രാമർ എന്ന് പറഞ്ഞ പുതിയ ചാനലിൽ ഇഷ്ടം പോലെ ഞാൻ തരാറുണ്ട്. കാണാത്തവരത് കാണാം. അതായത് തുടക്കക്കാർക്ക് ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള ചാനൽ അതാണ് കേട്ടോ. അപ്പോൾ അത് കണ്ടാൽ നിങ്ങൾക്ക് ഇതേപോലെ സെൻറ്റൻസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അതിലൊരുപാട് വർക്കുകളും സെൻറ്റൻസ് മേക്കിങ്ങും ഒക്കെ പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും അതൊന്ന് കാണണം. ഞാൻ ഒരുപാട് പേര് എനിക്കൊട്ടും ഇംഗ്ലീഷ് അറിയില്ല, എന്താ ചെയ്യുക, ഇങ്ങനെ പറഞ്ഞുകൊണ്ട് മാത്രമാണ് ഞാൻ ആ ചാനൽ തുടങ്ങിയിട്ടുള്ളത്. അപ്പോൾ അത്രയും എഫേർട്ട് എടുത്തിട്ടാണ് ആ ചാനൽ ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഒട്ടും ഇംഗ്ലീഷ് അറിയാത്തവരുണ്ടെങ്കിൽ ആ ഒരു ചാനൽ പോയി കണ്ടു നോക്കുക. ഓക്കെ, ഇന്നത്തത് ഈ ഒരു സെൻറ്റൻസാണ്. ഇന്നലെ വീഡിയോ കണ്ടവർക്ക് ഇത് ക്ലിയർ ആകുള്ളൂ. കാണാത്തവർ ഒന്ന് ഇന്നലത്തെ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക കേട്ടോ, അല്ലെങ്കിൽ ഈ വീഡിയോയിൽ ഒന്ന് കണ്ടിട്ട് പറയാം. അപ്പോൾ നമ്മൾ ഇന്നലെ പറഞ്ഞ സെൻറ്റൻസ് എന്താണെന്നറിയോ? അവൻ ഉച്ചയ്ക്ക് 2 മണിക്ക് ഗ്രൗണ്ടിൽ ഉണ്ടായിരുന്നു എന്നാണ്. ഒരുപാട് പേര് ഇത് ചെയ്ത സമയത്ത് ഹാഡ് യൂസ് ചെയ്തിട്ടുണ്ട്, ഹാഡ് ബീൻ യൂസ് ചെയ്തിട്ടുണ്ട്. ഈ ഹാഡും ഹാഡ് ബീനും ഒക്കെ യൂസ് ചെയ്യുന്നത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലായി. കാരണം ഉണ്ടായിരുന്നു എന്ന് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് എപ്പോഴും എന്താണ്? ഹാഡ് തന്നെയാണ്, അല്ലേ? അത് വേറെ ഒരു സിറ്റുവേഷനിലാണ് നമ്മൾ യൂസ് ചെയ്യുക. അതാണ് ഞാൻ പറഞ്ഞത്. നമ്മൾ ഇംഗ്ലീഷ് എന്ന് പറയുന്നത് ഒരു കൺഫ്യൂഷൻ കൂടുന്ന ഒരു സംഭവമാണ്. എന്നാലോ പഠിച്ചു കഴിഞ്ഞാൽ സിമ്പിളായിരിക്കും. അതിന് അഡീഷണൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ സിമ്പിളായിരിക്കും. കാരണം ഉണ്ടെന്ന് പറയാൻ വേണ്ടിയിട്ട് ഹാവ്, ഹാസ്, അതുപോലെ ഉണ്ടായിരുന്നു എന്ന് പറയാൻ വേണ്ടിയിട്ട് ഹാഡ് നമ്മൾ യൂസ് ചെയ്യുന്നു. വാസ്, വെർ, ഈസ്, ആർ ഇവ നമ്മൾ ആയിരുന്നു അല്ലെങ്കിൽ ആണ് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ ദർ, ഈസ്, ദർ, ആർ ഇവയൊക്കെ ഉണ്ടെന്ന് പറയാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നു. എന്നാൽ ഇതൊക്കെ പല സിറ്റുവേഷനായിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഞാനിവിടെ പറഞ്ഞ സെൻറ്റൻസ് എന്താണ്? അവർ ഉച്ചയ്ക്ക് 2 മണിക്ക് ഗ്രൗണ്ടിൽ ഉണ്ടായിരുന്നു എന്നാണല്ലോ. ഇവിടെ അധിക പേരും ഹാഡ് ബീൻ യൂസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ നമ്മുടെ ഓൺ എന്ന് യൂസ് ചെയ്തിട്ടുണ്ട്. പ്രിപ്പോസിഷനായിട്ട് ഓൺ എന്ന് യൂസ് ചെയ്തിട്ടുണ്ട്. കറക്റ്റാണ്, ഓൺ തന്നെയാണ്. നമ്മൾ ഗ്രൗണ്ടിന് മുകളിൽ കളിക്കുമ്പം ഓൺ തന്നെയാണ് യൂസ് ചെയ്യേണ്ടത്. പക്ഷേ ഇവിടെ സിറ്റുവേഷൻ വേറെയാണ്. സെൻറ്റൻസ് കറക്റ്റായി വരണമെങ്കിൽ ഞാൻ പറയുന്ന കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം. ഇവിടെ പറഞ്ഞിട്ടുള്ളത് എന്താണ്? അവൻ ഉച്ചയ്ക്ക് 2 മണിക്ക് ഗ്രൗണ്ടിൽ ഉണ്ടായിരുന്നു. ഒരു കൃത്യ പ്ലേസ് ഇവിടെ പറഞ്ഞിട്ടുണ്ട്, കൃത്യസമയം ഇവിടെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇവർ അവിടെ ഉണ്ടായിരുന്നു എന്ന് പറയുന്നത് എന്താണെന്നറിയോ? അവർ അവിടെ ആയിരുന്നു എന്നാണ്. ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ ഹാഡ് യൂസ് ചെയ്യുന്ന സിറ്റുവേഷൻ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സ്വന്തമായിട്ട് എന്തെങ്കിലും ഒരു വസ്തു ഉണ്ടായിരുന്നു എന്ന് പറയാറുണ്ടല്ലോ. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഹാഡും ഹാവ് ഒക്കെ യൂസ് ചെയ്യുന്നത്. അതിന് ഞാൻ എക്സാമ്പിൾ ഇവിടെ പറഞ്ഞു തരാം. പിന്നെ ഇവിടെ ഞാൻ പറഞ്ഞിട്ടുള്ളത് അവർ അവിടെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ അവിടെ ആയിരുന്നു എന്നാണ്. അപ്പോൾ ഇവിടെ ഏതായിരിക്കും? അവർ എന്ന് പറഞ്ഞത് പ്ലൂരലാണ്, അതുകൊണ്ട് തന്നെ അവിടെ ഏതായിരിക്കും? വേർ എന്നല്ലേ വരിക. അപ്പോൾ ദേ വേർ എന്നാണ് അവിടെ നമ്മൾ കൊടുക്കേണ്ടത്. ക്ലിയർ ആയിട്ടുണ്ടാകും എന്ന് വിശ്വസിക്കുന്നു. ഉണ്ടായിരുന്നു എന്നാണ് ഞാൻ പറഞ്ഞിട്ടുള്ളതെങ്കിലും അവിടെ അവർ ആയിരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കാരണം ഇവിടെ ഉണ്ടായിരുന്നു എന്ന് പറയുന്നത് ഒരു വസ്തുവല്ല. ഈ ആളുകൾ ആ ഗ്രൗണ്ടിൽ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അപ്പം അവിടെ അവരായിരുന്നു എന്നാണ്. നേരെ മറിച്ച് ഇന്നലെ വരെ അവനൊരു കാർ ഉണ്ടായിരുന്നു എന്ന് പറയുകയാണെങ്കിൽ അവിടെ നമുക്ക് ഹാഡ് യൂസ് ചെയ്തുകൊണ്ട് പറയാമായിരുന്നു. പക്ഷേ ഇവിടെ അവർ അവിടെ ഉണ്ടായിരുന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു സെൻറ്റൻസ് എങ്ങനെയാണ് പറയാൻ നോക്കാം. ഇവിടെ നമ്മൾ അവർ എന്ന് പറയാൻ വേണ്ടിയിട്ട് ദേ യൂസ് ചെയ്യും, അല്ലേ? ദേ. പിന്നെ നമ്മൾ എന്താ വേണ്ടിയത്? ആയിരുന്നു എന്ന് പറയാൻ വേണ്ടിയിട്ട് വേറാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അതായത് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ആയിരുന്നു എന്നാണ്. അപ്പം ദേ വേർ എവിടെയാണ്? അവർ ഉച്ചയ്ക്ക് 2 മണിക്ക്
ഗ്രൗണ്ടിൽ ഉണ്ടായിരുന്നു. ഈ ഒരു കൃത്യ പ്ലേസ് അതുപോലെ കൃത്യസമയം പറയാൻ വേണ്ടിയിട്ട് നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്നത് അറ്റ് എന്ന പ്രപ്പോസിഷനാണ് കേട്ടോ. അത് ഗ്രൗണ്ട് ആണെങ്കിലും ഹോസ്പിറ്റൽ ആണെങ്കിലും നമ്മൾ ചില സിറ്റുവേഷനൊക്കെ കണ്ടിട്ടുണ്ടല്ലോ. ചെറിയ ചെറിയ പ്ലേസുകൾ നമ്മൾ കൃത്യമായിട്ട് ആ ഒരു പ്ലേസ് പറയണമെങ്കിൽ നമുക്കത് അറ്റാണ് യൂസ് ചെയ്യേണ്ടത്. ഇവിടെ കൃത്യമായിട്ടൊരു പ്ലേസാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് 2 മണിക്ക് ഗ്രൗണ്ടിൽ ഉണ്ടായിരുന്നു. അപ്പോൾ അറ്റ് ദ ഗ്രൗണ്ട് എന്നാണ് പറയുന്നത്. at the ground, at the ground. ഇനി എന്താ പറയുന്നത്? ഉണ്ടായിരുന്നു. എപ്പോഴാണുള്ളത്? 2 മണി, ഉച്ചയ്ക്ക് 2 മണിക്ക് എന്നുള്ളത് എടുത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എങ്ങനെയാ പറയുക? at 2 in the afternoon. at കൃത്യസമയം പറയാൻ നമ്മൾ അറ്റാണല്ലോ യൂസ് ചെയ്യുന്നത്. അപ്പം at 2 in the afternoon. 6 പേര് ഗ്രൗണ്ടിന് ഓൺ ദ ഗ്രൗണ്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓൺ ഗ്രൗണ്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഞാൻ ഒരുപാട് പേർക്ക് അത് കറക്റ്റ് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെയും ഇതുപോലെയുള്ള സെൻറ്റൻസ് തന്നെ വരുന്നതായപ്പം ഞാനവിടെ വെച്ചു. ഒരുപാട് പേർക്ക് മിസ്റ്റേക്ക് ഉണ്ടെന്ന് മനസ്സിലായത് കൊണ്ടാണ് ഞാൻ ഇന്ന് ഈ ഒരു സെൻറ്റൻസ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത്. ഓക്കെ, അപ്പോൾ ഈ ഒരു സെൻറ്റൻസ് കറക്റ്റായിട്ടുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദേ വർ അറ്റ് ദ ഗ്രൗണ്ട് at 2 in the afternoon എന്നാണ്. എങ്ങനെ വന്നതെന്ന് മനസ്സിലായല്ലോ. അതായത് കൃത്യ പ്ലേസിൻ്റെ കൂടെയും, കൃത്യ പ്ലേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ പ്ലേസിൻ്റെ കൂടെ കേട്ടോ. നിങ്ങൾക്ക് പ്രിപ്പോസിഷന് അറ്റ്, ഇന്ന, ഓൺ എന്നുള്ള വ്യക്തമായി പഠിക്കണമെങ്കിൽ നമ്മൾ ഈ ചാനലിൽ മുമ്പത്തെ വീഡിയോസ് ഒന്ന് സെർച്ച് ചെയ്താൽ കിട്ടും. അതല്ലെങ്കിൽ നമ്മുടെ ഈസി ഇംഗ്ലീഷ് ഗ്രാമർ എന്ന് പറഞ്ഞ ആ ഒരു ചാനലിൽ വളരെ വ്യക്തമായിട്ട് തന്നെ അറ്റ്, ഇന്ന, ഓണൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണണമെങ്കിൽ ഞാൻ വേണമെങ്കിൽ ലിങ്ക് കമൻറ്റിൽ പിൻ ചെയ്ത് വെക്കാം കേട്ടോ. അപ്പോൾ they were at the ground at 2 in the afternoon എന്നാണ് പറയേണ്ടത് കേട്ടോ. ഓൺ എന്ന് പറയുന്നത് എപ്പോഴാണെന്നറിയോ? ഞാൻ പറഞ്ഞു തരാം. അത് നമ്മളിപ്പം ഗ്രൗണ്ടിന് ഓൺ പറയണം, പക്ഷേ അതിന് കുറച്ചുകൂടി റൂൾസിന് ഞാൻ വേറൊരു സെൻറ്റൻസ് പറഞ്ഞു തരാം കേട്ടോ. അപ്പോൾ ഈ ഒരു സെൻറ്റൻസിൽ നമ്മൾ ഇതാണ് ഇതിൻ്റെ ശരിയായ രൂപം. ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നമുക്ക് കമൻറ്റിൽ അറിയിക്കാം. ഇനി ഞാനൊരു സെൻറ്റൻസ് പറയട്ടെ. ഇന്നലെ വരെ അവന് കാറുണ്ടായിരുന്നു. ഇന്നലെ വരെ അവനൊരു കാറുണ്ടായിരുന്നു. ഇതെങ്ങനെ പറയാം? ഇവിടെയും ഉണ്ടായിരുന്നു എന്ന് നമ്മൾ പറയുന്നുണ്ട് അല്ലേ. അവന് ഒരു കാറുണ്ടായിരുന്നു, അവന് സ്വന്തമായിട്ട് ഇന്നലെ വരെ ഒരു കാറുണ്ടായിരുന്നു എന്നാണ്. ഇവിടെയാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യേണ്ടത്? ഹാഡ് എന്ന് യൂസ് ചെയ്യേണ്ടത്. അല്ലാതെ ഇന്നലെ പറഞ്ഞ മറ്റേ സെൻറ്റൻസിലല്ല. അവിടെ നമ്മൾ അവർ ആയിരുന്നു എന്നാണ് പറയുന്നത്. അപ്പം ഇവിടെ അവന് ഒരു കാറ് ഇന്നലെ വരെ ഉണ്ടായിരുന്നു, ഒരു വസ്തു അവനുണ്ടായിരുന്നു. ഇവിടെ നമുക്ക് എന്ത് യൂസ് ചെയ്യാം? ഹാഡ് എന്ന് യൂസ് ചെയ്യാം. അപ്പം എങ്ങനെയായിരിക്കും സെൻറ്റൻസ് പറയാം? ഹീ ഹാഡ് എ കാർ ടിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വരും. നിങ്ങൾ 5 എന്ന് നമുക്ക് യൂസ് ചെയ്യാം. ടിൽ യെസ്റ്റർഡേ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എവിടെയാണ് ഹാഡ് യൂസ് ചെയ്യാന്ന് മനസ്സിലായല്ലോ. ഒരു വസ്തു നമുക്ക് സ്വന്തമായിട്ട് ഉണ്ടായിരുന്നു എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഹാഡ് യൂസ് ചെയ്യുന്നത്. അത് ഉണ്ടെന്ന് പറയുമ്പം ഹാവ് ആൾസോ യൂസ് ചെയ്യും. ഓക്കെ, ഇപ്പം ക്ലിയർ ആയല്ലോ. അപ്പോൾ ഇന്നലെ വരെ അവന് ഒരു കാർ ഉണ്ടായിരുന്നു. ഹി ഹാഡ് എ കാർ ടിൽ യെസ്റ്റർഡേ. ഓക്കെ, ഇനി നമ്മൾ ഈ അറ്റിൻ്റെ പ്രശ്നമാണ് അല്ലേ. അറ്റ് നമ്മൾ യൂസ് ചെയ്യുന്നത് എവിടേക്ക് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ ഇവിടെ നമ്മൾ ഓൺ യൂസ് ചെയ്യും. ഇവിടെ നമ്മളെ ഫസ്റ്റ് പറഞ്ഞ സെൻറ്റൻസ് ഗ്രൗണ്ടിനെ കുറിച്ചിട്ട് ഓൺ യൂസ് ചെയ്യും. ഗ്രൗണ്ട് പറഞ്ഞ ഒരു പ്രതലമാണ്. പ്രതലത്തിൻ്റെ മേലെ നമ്മൾ കളിക്കുന്ന സിറ്റുവേഷനിൽ നമ്മളവിടെ ഓൺ യൂസ് ചെയ്യും. പക്ഷേ ഞാൻ ഫസ്റ്റ് പറഞ്ഞ സെൻറ്റൻസിൽ എന്താണ്? ആ പ്ലേസ് ആണ് വന്നിട്ടുള്ളത്. ഒരു കൃത്യ പ്ലേസ് ആണ്, ഗ്രൗണ്ടിൽ ഉണ്ടായിരുന്നു എന്ന് നമ്മൾ കളിക്കുകയാണ് എന്നല്ല ഞാൻ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ടാണ് അവിടെ അറ്റ് എന്ന് നമ്മൾ യൂസ് ചെയ്തത്. ഇനി നമ്മൾ വേറൊരു സെൻറ്റൻസ് ഇങ്ങനെ പറയുകയാണ്: ഞാൻ ഇപ്പോൾ ബീച്ചിലുണ്ട്. ഞാൻ ഇപ്പോൾ ബീച്ചിലുണ്ട് അല്ലേ. ആ ഒരു ബീച്ച് എന്ന് പറയുന്ന ആ ഒരു പ്ലേസ് നമ്മൾ എടുത്ത് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇത് വലിയ വലിയ രാജ്യത്തിൻ്റെ കൂടെ നമ്മൾ അറ്റ് യൂസ് ചെയ്യരുത് കേട്ടോ. അതും ഞാൻ നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്ത് തരാം. ഞാൻ ഇപ്പോൾ ബീച്ചിലുണ്ട്. ബീച്ച് എന്ന് പറഞ്ഞ ബീച്ച്, പാർക്ക് എന്നൊക്കെ പറയുന്നത് ഒരു ചെറിയൊരു സ്ഥലമാണല്ലോ. ആ ഒരു സ്ഥലം പറയുന്ന സമയത്ത്, അതുപോലെ ഗ്രൗണ്ട് ഇതൊക്കെ പറയുന്ന സമയത്ത് നമുക്കവിടെ അറ്റ് യൂസ് ചെയ്യാം. ഒരാൾക്ക് നമ്മളൊരു പ്ലേസ് നമ്മൾ
പറഞ്ഞു കൊടുക്കുകയാണ്, ഇന്ന സ്ഥലത്തുണ്ടെന്ന് പറയുകയാണ്, കൃത്യസ്ഥലമാണ് നമ്മൾ പറയുന്നത്, അവിടെയാണ് അറ്റ് യൂസ് ചെയ്യേണ്ടത്. അപ്പം ഞാൻ ഇപ്പോൾ ബീച്ചിലുണ്ട്, ഇതെങ്ങനെ പറയുക? അപ്പോൾ നമ്മളൊരാൾ വിളിക്കുന്ന സമയത്താണ് നമ്മൾ പറയുന്നത് ഇങ്ങനെ, ഞാനിപ്പോൾ ബീച്ചിലുണ്ട് എന്നുള്ള ഒരു പ്ലേസ് നമ്മൾ അവിടെ പറഞ്ഞു കൊടുക്കുകയാണ് എവിടെയാണ് എന്നുള്ളത്. ആം അറ്റ് ദ ബീച്ച് നൗ, ആം അറ്റ് ദ ബീച്ച് നൗ, ഞാനിപ്പോൾ ബീച്ചിലുണ്ട്. ഇവിടെ ഉണ്ടെന്ന് പറയാൻ വേണ്ടിയിട്ട് എന്താ നമ്മൾ യൂസ് ചെയ്തത്? ആം എന്നാണ്. ഓക്കെ, ആം എന്നാണ്. കാരണം ഞാൻ ബീച്ചിലാണ് എന്നാണ് പറയുന്നത്. അവിടെ നമ്മൾ ആമാണ് യൂസ് ചെയ്യുന്നത്. അവിടെ ഉണ്ടെന്ന് പറയാൻ വേണ്ടിയിട്ട് ഹാഡോ ആവോ ഒന്നും യൂസ് ചെയ്തിട്ടില്ല. കാരണം അവിടെ ഒരു വസ്തു ഉണ്ടെന്നല്ല പറയുന്നത്, ഞാൻ അവിടെ ആണ് എന്നാണ് പറയുന്നത്. അതുകൊണ്ട് ഇവിടെ ആം അറ്റ് ദ ബീച്ച് നൗ. ഓക്കെ, ആം അറ്റ് ദ ബീച്ച് നൗ. ഇപ്പോൾ ഞാൻ ബീച്ചിലുണ്ട്, അല്ലെങ്കിൽ ഇപ്പോൾ ഞാൻ ബീച്ചിലാണ്. ഓക്കെ, അപ്പോൾ ഈ അറ്റ് എങ്ങനെ യൂസ് ചെയ്തതെന്ന് മനസ്സിലായല്ലോ. ഫോർ എക്സാമ്പിൾ ഞാൻ ഇങ്ങനെ പറയുകയാണ്, ഞാനിപ്പോൾ ലണ്ടനിലാണ്. നേരത്തെ ഞാൻ പറഞ്ഞത് എന്താണ്? ഞാനിപ്പോൾ ബീച്ചിലുണ്ട് എന്ന് പറഞ്ഞു, അല്ലെങ്കിൽ ഞാനിപ്പോൾ ബീച്ചിലാണെന്ന് പറഞ്ഞു. അവിടെ നമ്മൾ അറ്റ് ദ ബീച്ച് എന്ന് പറഞ്ഞെങ്കിൽ, ഞാനിപ്പോൾ ലണ്ടനിലാണ് എന്ന് പറയണമെങ്കിൽ അവിടെ അറ്റ് യൂസ് ചെയ്യാൻ പറ്റുമോ? അവിടെ അറ്റ് യൂസ് ചെയ്യാൻ പാടില്ല. അവിടെയാണ് നമ്മൾ ഇന്നെന്ന് യൂസ് ചെയ്യേണ്ടത്. അതായത് അതൊരു വലിയൊരു രാജ്യമാണ്, അതുകൊണ്ട് തന്നെ അവിടെ നമ്മൾ ഇന്ന് യൂസ് ചെയ്തുകൊണ്ട് വേണം പറയാനായിട്ട്. അപ്പം എങ്ങനെ പറയാം? ഇൻ അറ്റുള്ളവർക്ക് നമ്മൾ ഇന്ന് യൂസ് ചെയ്തു. ഇൻ ലണ്ടൻ, ആം ഇൻ ലണ്ടൻ നൗ. ഇപ്പോൾ എന്ന് പറയാൻ വേണ്ടിയിട്ട് നൗ എന്നും യൂസ് ചെയ്തു. അപ്പോൾ ഈ അറ്റും ഇന്നും ക്ലിയർ ആയല്ലോ. നെക്സ്റ്റ് ഒരു സെൻറ്റൻസ്, നമ്മളെ ഗ്രൗണ്ടിനെ കുറിച്ചിട്ട് ഒരു സെൻറ്റൻസും കൂടി ഞാൻ പറയുകയാണ്. അപ്പം നിങ്ങൾക്ക് ഫുള്ളി ക്ലിയർ ആയി കിട്ടും. ഫസ്റ്റ് സെൻറ്റൻസ് ഞാൻ പറഞ്ഞത് അവർ ഗ്രൗണ്ടിൽ ഉണ്ടായിരുന്നു എന്നാണ്. വേറൊരാൾ ആ ഒരു സ്ഥലം ഒന്നും കൂടി ക്ലിയർ ആക്കി പറഞ്ഞു കൊടുക്കുകയാണ്. എന്നാൽ ഞാൻ ഈ ഒരു സെൻറ്റൻസ് പറയാണ്, അവർ ഗ്രൗണ്ടിൽ കളിക്കുകയാണ്. ഇത് പറയുമ്പോഴേ അവർ ഗ്രൗണ്ടിൻ്റെ പുറത്ത് കളിക്കുകയാണ്. അവിടെ നമ്മൾ അറ്റ് യൂസ് ചെയ്യാമോ? പാടില്ല. അവിടെ നമ്മൾ യൂസ് ചെയ്യേണ്ടത് നിങ്ങളൊക്കെ യൂസ് ചെയ്ത ഓൺ എന്ന് തന്നെയാണ്. അപ്പോൾ പറയേണ്ടത് ദേ ആർ പ്ലേയിങ് ഓൺ ദ ഗ്രൗണ്ട് എന്നാണ്. ദേ ആർ പ്ലേയിങ് ഓൺ ദ ഗ്രൗണ്ട്. അവർ ഗ്രൗണ്ടിൽ കളിക്കുകയാണ്. അവർ എന്ന് പറയാൻ വേണ്ടിയിട്ട് ദേ യൂസ് ചെയ്യുന്നു, ആണെന്ന് പറയാൻ വേണ്ടിയിട്ട് ആർ യൂസ് ചെയ്യുന്നു. ദേ ആർ പ്ലേയിങ് അല്ലേ? പ്ലേക്ക് ING ഫോം വേണമല്ലോ ആർ യൂസ് ചെയ്യുമ്പോൾ. അപ്പോൾ ദേ ആർ പ്ലേയിങ് ഓൺ ദ ഗ്രൗണ്ട്. അവിടെ നമ്മൾ ഓൺ എന്ന് യൂസ് ചെയ്യുക. കാരണം ആ ഒരു പ്രതലത്തിൽ അവർ കളിക്കുകയാണ് ചെയ്യുന്നത്. അവിടെ നമുക്ക് ഓൺ ദ ഗ്രൗണ്ട്. ഇപ്പോൾ എവിടെയാണോ ഓണ് അറ്റ് ഇന്നൊക്കെ യൂസ് ചെയ്യാമെന്ന് ക്ലിയർ ആയല്ലോ. ഇത് ഒരുപാട് തവണ നമ്മൾ പ്രിപ്പോസിഷൻ പാർട്ടിൽ ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. ഇത് പ്രധാനപ്പെട്ട ഒരു പ്രിപ്പോസിഷൻ തന്നെയാണ് ഈ ഓണും ഇന്നും അറ്റൊക്കെ. ഇന്നും ഓണും അറ്റും യൂസ് ചെയ്യാൻ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു എന്നാണ്. ഈ ഇംഗ്ലീഷ് എന്ന് പറയുന്നത് ബേസിക് ആയിട്ട് പഠിക്കണമെങ്കിൽ ഒരുപാട് പാസ്റ്റും പ്രസൻറ്റും ഫ്യൂച്ചറൊന്നും പഠിച്ചുകൊണ്ടൊന്നും കാര്യമില്ല. അതിൻ്റെ ആ ഒരു മെത്തേഡ് ഉണ്ടല്ലോ, നമ്മൾ എവിടെ ചേർക്കണം, എവിടെയാണ് ഇതൊക്കെ യൂസ് ചെയ്യുക എന്നുള്ളത് കൃത്യമായിട്ട് നമ്മൾ പഠിച്ചിരിക്കണം. എങ്കിൽ മാത്രമേ അത് നമുക്ക് ഇങ്ങനെ സെൻറ്റൻസിലോട്ട് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഇപ്പോൾ നമ്മൾ പാസ്റ്റും പ്രസൻറ്റും പഠിച്ചു കഴിഞ്ഞാൽ അത് പാസ്റ്റിൽ പിന്നെ ഡി ഫോം യൂസ് ചെയ്യുക അങ്ങനെ ഇങ്ങനെയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അത് സെൻറ്റൻസ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്ന് പഠിക്കണമെങ്കിൽ നമ്മൾ ഇതുപോലെ സെൻറ്റൻസ് ക്രിയേറ്റ് ചെയ്ത് തന്നെ പഠിക്കണം. ഇതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഓരോ വർക്കുകൾ നിങ്ങൾക്ക് തരുന്നത്. ഉണ്ടെന്ന് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ ഈസ്, ആറ്, ആമ്, അതുപോലെ വാസ്, വേർ എന്ന് യൂസ് ചെയ്യും. ഒരു വ്യക്തി ആയിരുന്നു, ആണ്, ഉണ്ട്, അവിടെ ഉണ്ട് എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ്. ഒരു വസ്തു ഒരു വ്യക്തിക്ക് ഉണ്ട്, ഉണ്ടായിരുന്നു എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? ഹാവ്, ഹാസ് അല്ലെങ്കിൽ ഹാഡ് എന്ന് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഈ ഒരു വസ്തു ഇപ്പം ഒരു വസ്തു മാത്രമായിട്ടൊരു വ്യക്തിക്കല്ലാതെ ഇപ്പോൾ ഒരു കിണറുണ്ട്, ഒരു പുഴയുണ്ട്, അല്ലെങ്കിൽ ഒരു തെങ്ങുണ്ട്, ചേനുണ്ട്, ഇങ്ങനെയൊക്കെ പറയാൻ വേണ്ടിയിട്ട് നമ്മൾ ദർ ആറും ദർ ഈസൊക്കെയാണ് യൂസ് ചെയ്യാറ്. ഒരുപാട് തവണ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സെൻറ്റൻസ് പറഞ്ഞ സമയത്ത് ഒരുപാട് കമൻറ്റിൽ ഒരുപാട് ആളുകൾ പല വിധത്തിലുമാണ് ആൻസർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് ഇങ്ങനെ ചെയ്യാമെന്ന് കരുതിയത്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ അറിയിക്കുക. ഇനിയും ഇതുപോലെയുള്ള വർക്കുകളായിട്ട് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. അപ്പോൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇംഗ്ലീഷ് ബേസ് മുതൽ അറിയണമെങ്കിൽ നമ്മുടെ ഈസി ഇംഗ്ലീഷ് ഗ്രാമർ എന്ന് പറയുന്ന ആ ഒരു ചാനൽ ഒന്ന് കണ്ടു നോക്കുക. ലിങ്ക് ഞാൻ ഈ വീഡിയോക്ക് താഴെ
കമൻറ്റ് പിൻ ചെയ്ത് വെക്കാട്ടോ, ഡിസ്ക്രിപ്ഷനിലും കൊടുക്കാം. നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കിക്കാണുക ഏതൊക്കെയാണ്. ഇപ്പം പ്രിപ്പോസിഷൻ എന്നടിച്ചു കഴിഞ്ഞാൽ അതിൽ പ്രിപ്പോസിഷൻ പ്ലേലിസ്റ്റിലാക്കി വെച്ചിട്ടുണ്ട്. അതുപോലെ കൺജക്ഷൻ വേറൊരു പ്ലേലിസ്റ്റിലാക്കിയിട്ടുണ്ട്. ഇപ്പോൾ ബേസായിട്ട് പഠിച്ചു വരുന്ന ക്വസ്റ്റ്യൻ മേക്കിങ്ങും അതുപോലെ തന്നെ എങ്ങനെയാണ് നമ്മൾ ഡിഡ് വന്നത്, എങ്ങനെയാണ് നമുക്ക് ഡസിൻ്റെ ഈ വെർബിന് കൂടെ എസ് വന്നത്, ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് അതൊരു പ്ലേലിസ്റ്റിലുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾ കണ്ടു നോക്കുക കേട്ടോ. ഈ ഒരു വീഡിയോ ഈ ഒരു ചാനലിൻ്റെ ഫസ്റ്റിൽ പോയാലും നിങ്ങൾക്ക് ബേസ് കിട്ടും. പക്ഷേ ഇതിനേക്കാളും ഒന്നും കൂടി നല്ല വ്യക്തമായിട്ട് ആ ഒരു ചാനലാണ് ചെയ്തിട്ടുള്ളത്. കാരണം എന്താണെന്നറിയോ, ഒരുപാട് പേര് മിസ്സേ ഒരു ഇംഗ്ലീഷിൻ്റെ ഒന്നും അറിയാത്ത ആളുകളാണെന്ന് പറഞ്ഞിട്ട് ഒരുപാട് കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ആ ചാനൽ തുടങ്ങിയത്. ഇപ്പോഴും അങ്ങനെ വരുന്നുണ്ട്. അതായത് ഞാൻ വാട്സപ്പ് ക്ലാസ്സിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ ആ വാട്സപ്പ് ക്ലാസ് എനിക്ക് തന്നെ എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളൊരു ഐഡിയ ഇതുവരെ കിട്ടിയിട്ടില്ല. പക്ഷെ ഒരുപാട് പേര് ജോയിൻ ചെയ്യുന്നുണ്ട്. പക്ഷെങ്കിലും ഞാൻ വിചാരിച്ചത്ര ആളായിട്ടുമില്ല. മാത്രമല്ല അത് എങ്ങനെ കൊണ്ട്, പക്ഷെ ബേസായിട്ട് ഒന്നും അറിയില്ല എന്നാണ് പറയുന്നത്. ഈ ബേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈസോ ആറോ ആമോ ഒന്നും അല്ല. ഇപ്പോൾ ഈ നിങ്ങൾക്കൊക്കെ ഇപ്പോൾ ഈ ഒരു സെൻറ്റൻസ് ഇന്നലെ ക്രിയേറ്റ് ചെയ്ത ആളുകൾക്കൊക്കെ ഐഡിയാസ് ഉണ്ട്. പക്ഷേ ഈ ഉണ്ടായിരുന്നു എന്ന് പറയുമ്പം അവിടെ ഏത് തരത്തിലുള്ള ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നതെന്ന് വ്യക്തമായിട്ടില്ല. അതുകൊണ്ടാണ് അവിടെ ഹാഡും ഹാഡ് ബീനും പിന്നെ അച്ചു വരുന്നിടത്ത് ഓണും ഒക്കെ വന്നിട്ടുള്ളത്. അപ്പോൾ എല്ലാവരുടെ ഡൗട്ട്സും ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ഇനിയും സംശയമുണ്ടെങ്കിൽ കമൻറ്റിൽ അറിയിക്കാൻ മറക്കരുത്. അതുപോലെ തന്നെ നല്ല നല്ല വീഡിയോകൾ കാണണമെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അതോടൊപ്പം ബെല്ലൈക്കണം ഓൺ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് വെക്കുക. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. പരമാവധി ആളുകളിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. ഒരുപാട് ഇംഗ്ലീഷ് അറിയുന്നവരുണ്ടാവും കേട്ടോ. അവരോടല്ല ഞാൻ പറയുന്നത്. ഒന്നും അറിയാത്ത നമ്മളെപ്പോലെയുള്ള സാധാരണക്കാർക്കുള്ള ക്ലാസ്സാണിത്. സാധാരണക്കാരിയായ ഒരു ആളാണ് പഠിപ്പിക്കുന്നത്. അപ്പോൾ അതിൻ്റേതായ കുറച്ച് ഫോൾട്ടുകളൊക്കെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും. നിങ്ങൾ അതൊക്കെ കറക്റ്റ് ചെയ്ത് നിങ്ങൾ പഠിക്കാനായിട്ട് മുന്നോട്ട് വരികയാണെങ്കിൽ ഞാനും റെഡിയാണ്. അപ്പോൾ ശരി, നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു സോ മച്ച്.